സ്നേഹമുള്ളവരെ, വളരെ സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും മദർ ഹോം ധ്യാന കേന്ദ്രത്തിൻ്റെ ഈ സുവിശേഷ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളെ എപ്പോഴും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷ 7-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം തന്നെ യേശു ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടെന്നും യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യഹൂദന്മാരുടെ കൂടാര തിരുനാൾ സമീപിച്ചതുകൊണ്ട് അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവർത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദയായിലേക്ക് പോവുക. അതായത് കൂടാര തിരുനാളിൻ്റെ ദിവസം വന്നപ്പോൾ ഈശോയോട് പറയുകയാണ്, നീ യൂദയായിലേക്ക് പോകുമെന്ന് ശിഷ്യന്മാർ പറയുന്നതാണ് പശ്ചാത്തലം. യഹൂദന്മാർ വളരെ സജീവമായി ആചരിച്ചിരുന്ന ഒരു തിരുനാളാണ് കൂടാര തിരുനാൾ. നമുക്ക് നമ്മുടെ മതസമൂഹത്തിന് പല തിരുനാളുള്ളതുപോലെ തന്നെ ഒരു നാടിന് പല ആചാരങ്ങളുള്ളതുപോലെ യഹൂദന്മാർക്കും അവരുടെ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയാനുള്ള തിരുനാളുകളും ആഘോഷങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ഒരു തിരുനാളാണ് കൂടാര തിരുനാൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. യഹൂദന്മാർ യൂദയ ജനം പ്രത്യേകമായി ആഘോഷിക്കുന്ന തിരുനാളെക്കുറിച്ച്. അവർ ഏറ്റവും പ്രധാനമായി ആചരിക്കുന്ന ദിവസം സാബത്താണ്. 7-ാം ദിവസം സാബത്ത് ആചരിക്കുന്നു. പിന്നെ അതിനുശേഷം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ തിരുനാൾ പെസഹ തിരുനാളാണ്. ഈ പെസഹ തിരുനാളിന് എല്ലാവരും ദേവാലയത്തിൽ എത്തണം. അങ്ങനെ ഒരു പെസഹ തിരുനാളിൽ എത്തിയപ്പോഴാണ് യേശു പിടിക്കപ്പെട്ടത്, വിധിക്കപ്പെട്ടതെന്ന കാര്യം ഓർക്കാം. 3-ാമതായി അവർ ആഘോഷിക്കുന്ന തിരുനാൾ ആദ്യ ഫലങ്ങളുടെ തിരുനാൾ. ആദ്യ ഫലങ്ങൾ കിട്ടുമ്പോൾ ദൈവത്തിന് അർപ്പിക്കുന്ന തിരുനാളാണ് ആദ്യ ഫലങ്ങൾ തിരുനാൾ. അതുപോലെ ആഴ്ചകളുടെ തിരുനാൾ എന്നവർ പറയും. 7 ആഴ്ച കൂടുമ്പോൾ ആഘോഷിക്കുന്ന തിരുനാൾ ആഴ്ചകളുടെ തിരുനാൾ. അതിനുശേഷം അവർക്കൊരു പുതുവത്സര ദിനമുണ്ട് 7-ാം മാസത്തിൽ. അതുപോലെ ഇവർ ആചരിക്കുന്ന ഒരു ദിനമാണ് പാവപരിഹാര തിരുനാൾ. ഒരു ദിവസം യോം കിപ്പൂർ പാവപരിഹാരത്തിന് അവർ മാറ്റിവെക്കും. അതുപോലെ അവർ ആഘോഷിക്കുന്നതാണ് കൂടാര തിരുനാൾ. അത് പലവിധ തിരുനാളുകൾ ആഘോഷങ്ങളുണ്ട് അവർക്ക്. പക്ഷേ ഏറ്റവും മനോഹരമായ ഒരു ആചാരമാണ് അവർക്ക് കൂടാര തിരുനാൾ. അതായത് കൂടാരങ്ങളിൽ വന്ന് വാസിക്കണം. അവർ എല്ലാ യഹൂദന്മാരും ദേവാലയ മുറ്റത്ത് വന്ന് 7 ദിവസങ്ങളിൽ കൂടാരങ്ങളിൽ അവർ വസിക്കണം. ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 23-ാമത്തെ അധ്യായത്തിലാണ് ഇത് വിശദീകരിച്ച് പറയാം. വർഷം തോറും 7 ദിവസം കർത്താവിൻ്റെ തിരുനാളിന് ആഘോഷിക്കണം. നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണത്. 7-ാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം. 7 ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ ഇസ്രായേൽ ഭവനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളാണ് വസിച്ചതെന്ന് നിങ്ങളുടെ സന്തതി പരമ്പരകൾ അറിയാൻ ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം. അതായത് കൂടാരങ്ങളിൽ താമസിക്കേണ്ട 7 ദിവസങ്ങളാണ്. വീട്ടിൽ താമസിച്ച് ആഘോഷിക്കാവുന്നതാണ് പെസഹ, വീട്ടിൽ താമസിച്ച് ആഘോഷിക്കാവുന്നതാണ് സാബത്ത്. പക്ഷേ കൂടാര തിരുനാൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ദേവാലയ മുറ്റത്ത് വരണം, അവിടെ ടെൻ്റ് അടിച്ചിങ്ങനെ താമസിക്കണം. കൂടാരങ്ങളുടെ പ്രത്യേകത നമ്മൾ ഓർത്ത് നോക്കുക. കൂടാരങ്ങൾ ടെൻറ്റിങ് അടിച്ചിരിക്കുമ്പോൾ അതിന് വാതിലും കൊളുത്തും കുറ്റിയും ഒന്നുമില്ല, അതിൻ്റെ അകത്ത് എല്ലാവരും കിടക്കുകയാണ്. ഈ കൂടാരങ്ങൾ താമസിക്കുമ്പോൾ അർത്ഥം എന്താ? നമ്മൾ നമ്മുടെ ഇല്ലായ്മ മനസ്സിലാക്കുന്നു. കർത്താവ് എന്താ പറഞ്ഞു വെച്ചത്? നിങ്ങൾ ഈജിപ്തിലെ അടിമത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഇങ്ങനെ കാണാൻ ദേശത്തെത്തുന്നവരെ നിങ്ങൾ കൂടാരങ്ങളിലാണ് താമസിച്ചത്. ഇത് നിങ്ങളും നിങ്ങളുടെ സന്തതി പരമ്പരകളും മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ വർഷവും ഇതുപോലെ 7 ദിവസം കൂടാരങ്ങളിൽ താമസിക്കണം. ഇത് വെറുതെ ഒരു ആത്മീയ ആചാരം മാത്രമല്ല, ഇവരുടെ മനസ്സിലേക്ക് ദൈവം സന്നിവേശിപ്പിച്ച ഒരു ചിന്തയുടെ ഉത്സവം കൂടിയായിരുന്നു അത്. ഈ കൂടാരത്തിൽ നിന്ന് ആഘോഷിക്കുമ്പോൾ കർത്താവ് അവരെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച പാഠം എന്തൊക്കെയാണ്? അതായത് ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾ. കൂടാരങ്ങൾ താമസിക്കുന്നതിനാൽ സ്വന്തമായി ഒന്നുമില്ല, താൽക്കാലിക ഭവനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതെല്ലാ കാലത്തും ജനം ഓർത്തു വെക്കണം. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ജനം 40 വർഷം മരുഭൂമി വസിച്ചപ്പോൾ അവർ യാത്ര ചെയ്യുകയായിരുന്നു. യാത്ര ചെയ്യുമ്പോൾ അന്ത്യമാകുമ്പോൾ എവിടെയെങ്കിലും കൂടാരം അടിച്ചു. ചിലപ്പോൾ 2, 3, 4 ദിവസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മാസങ്ങളായിരിക്കാം. ഈ കൂടാരങ്ങൾ താമസിക്കുമ്പോഴും അവരെന്നും കൊണ്ടുനടക്കുന്ന ചിന്ത എന്താ? എപ്പോൾ വേണമെങ്കിലും ഈ കൂടാരം വിട്ടു പോകാം. കർത്താവിൻ്റെ മേഘം ആകാശത്ത് ഉയർന്നു കഴിഞ്ഞാൽ, പുരോഹിതൻ കാഹളം മുഴക്കിയാൽ
ആ നേരത്തെ കൂടാരത്തിൽ കുറ്റി പറിച്ചോണം. ആ കുറ്റിയും പറിച്ച് പുറപ്പെട്ടോണം നീ. അതായത് നിനക്ക് ശാശ്വതമായ ഭവനങ്ങളില്ല. കൂടാര തിരുനാളെന്ന് ആഘോഷിക്കുമ്പോൾ ഒന്നാമത് ജനത്തെ കർത്താവ് പഠിപ്പിച്ച പാഠം, നിനക്ക് ഈ ഭവനത്തിൽ ശാശ്വതമായ കുറ്റികളില്ല, ശാശ്വതമായ ബന്ധങ്ങളില്ല, എല്ലാം വിട്ടു പോകേണ്ടതാണ് നീ. പ്രിയപ്പെട്ടവരെ, ഈ കൂടാര തിരുനാളിൻ്റെ ചിന്ത നിങ്ങളുടെ മനസ്സ് സജീവമാക്കാൻ ഞാൻ ആഗ്രഹിക്കാം. രണ്ടാമതായി ഒരു ചിന്ത കർത്താവ് എന്താ സൂചിപ്പിക്കുന്നത്? കൂടാരങ്ങൾ താമസിക്കുമ്പോൾ അവിടെയെല്ലാം മുറികൾ തിരിച്ചിട്ടൊന്നുമില്ല, എല്ലാവരും ഒന്നിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ താമസിക്കുന്ന ആളുകളെ നമ്മൾ വിശ്വസിക്കണം. ഞാൻ ഓർക്കുന്നു, ഒരിക്കലും ഞങ്ങൾ ജെറുസലേമിൽ ആയിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങൾ 10-20ഓളം പേര് ഒരു കോഴ്സിനായിപ്പോയി. ആ കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും കൊണ്ടും ഒരിക്കൽ പിക്നിക്ക് പോയി. മരുഭൂമിയുടെ ഒരു അറ്റത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് അന്ന് ഞങ്ങളുടെ പ്രൊഫസർ പറഞ്ഞു, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൊണ്ട് നടന്നതിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ദിവസം അങ്ങനെയാണ്, എല്ലാവരും നടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഷൂസ് ഇട്ടൊക്കെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് സാധാരണ സ്ലിപ്പേഴ്സൊക്കെ സംഘടിപ്പിച്ച് എല്ലാവരും വടി കുത്തിവിട്ട് നടക്കുക. മുമ്പിൽ ഒരു വഴികാട്ടി ഒരു ഒട്ടകത്തെ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പകൽ മുഴുവൻ നടക്കുമായിരുന്നു ഞങ്ങൾ. അവിടെ ജനം നടന്നതുപോലെ നടന്നു. മരുഭൂമിയുടെ അനുഭവം പഠിപ്പിക്കാൻ വേണ്ടി നടന്നത്. പോകുമ്പോൾ ചെറിയ മരുപ്പച്ചൽ കാണുമ്പോൾ അവിടെ ഇരിക്കും, ഇത്തിരി വെള്ളം കുടിക്കും. അപ്പോൾ അവിടുത്തെ ചെടികളുടെ പ്രത്യേകത കണ്ട്, ആ ചെടിയിൽ വളരുന്ന പൂ കണ്ട്, ആ ഇല കണ്ട് നടക്കുകയാണ്. ഒരുപാട് പാഠങ്ങൾ പറഞ്ഞു തന്നൊരു യാത്രയായിരുന്നു മരുഭൂമിയുടെ യാത്ര. നടന്ന് വൈകുന്നേരം എത്തി. ചെന്നൊരു സ്ഥലത്ത് എത്തിയപ്പോൾ പ്രൊഫസർ പറഞ്ഞു, ഇന്നിവിടെ താമസിക്കാൻ പോവാണ്. അതവിടെ കെട്ടിടങ്ങളൊന്നുമില്ല, വെറും മരുഭൂമി, ചുറ്റും ഇങ്ങനെ മണൽ പരന്ന് കിടക്കുക. അടുക്ക് തീ കൂട്ടിച്ച് പറഞ്ഞു, എവിടെയെങ്കിലും കിടന്നോളാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ തന്നെ അച്ഛന്മാരുണ്ട് അതിൻ്റെ അകത്ത്, ബിഷപ്പ്മാരുണ്ട് അതിൻ്റെ അകത്ത്, നല്ല വചനപ്രഘോഷകരുണ്ട് അതിൻ്റെ അകത്ത്, സ്ത്രീകളുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. എവിടെയെങ്കിലും താമസമുള്ള പറഞ്ഞത്. നടുക്ക് തീ കൂട്ടിയേക്കാണ്. വൈകുന്നേരമായി, എവിടെയെങ്കിലും കിടക്കാതിരിക്കാൻ വയ്യ. ഓരോരുത്തരൊക്കെ ഷീറ്റൊക്കെ വരിച്ച് വെറും മണൽ കിടക്കുകയാണ്. ഞാൻ ഓർക്കും, ആ രാത്രിയിൽ ആ മണൽപ്പുറത്ത് എല്ലാവരും ഇങ്ങനെ വെറുതെ മലത് കിടക്കുകയായിരുന്നു. ഞാൻ നല്ല മനോഹരമായ രണ്ടു ആകാശ നക്ഷത്രമൊക്കെ നോക്കി 2 പാട്ടൊക്കെ പാടി, മൂളിപ്പാട്ടും പാടി കിടന്നുറങ്ങി. ഈ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങൾ ചെയ്യാൻ സ്ഥലമൊന്നുമില്ല, ടോയ്ലറ്റ്സ് ഒന്നുമില്ല. മരുഭൂമിയുടെ എയിലെങ്കിലൊക്കെ പോയി, വെളുപ്പാങ്കാലാതിനു മുന്നേ എല്ലാവരും പോയി. നല്ല വീടുകളിൽ താമസിച്ചവർ, ഹോട്ടൽ മുറിയിൽ താമസിച്ചവർ. ഞാൻ ഓർക്കും, അന്ന് പോയി അവിടെ ജീവിച്ച ആ ദിവസത്തെക്കുറിച്ച്. തിരിച്ചു വന്ന് രാവിലെ പുറപ്പെടാറായപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ ചോദിച്ചു, ഇന്നലെ ഉറങ്ങിയോന്ന് ചോദിച്ചു. ഉറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിനക്കൊരു പേടിയൊന്നും തോന്നില്ല? എന്നാ പേടിക്കാന്, നമ്മളെല്ലാവരും ഇങ്ങനെ കിടക്കുകയല്ലേ, നമ്മളെല്ലാവരും നല്ല ഒരുമിച്ച് വന്നവരല്ലേ, എന്നാ പേടിക്കാന്, എനിക്കെല്ലാവരും വിശ്വാസമാണെന്ന്. ഞാനിങ്ങനെ ഓർക്കും, അന്ന് രാത്രി മുഴുവൻ അടുത്ത് കിടക്കുന്ന ആൾ എന്നെ ഉപദ്രവിക്കുമോ എന്ന് പേടിച്ചാൽ ഉറങ്ങാൻ പറ്റുമോ? ഒരു ഭിത്തിയില്ല, ഒരു മറയില്ല, അടച്ച വാതിലൊന്നുമില്ല. പക്ഷേ ധൈര്യപൂർവ്വം കിടന്നു തുടങ്ങി. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കുകയല്ലെന്നും. ആ വിശ്വാസമാണ് കൂടാരത്തിരുന്നാളുടെ സൈക്കോളജി. അതായത് നിങ്ങൾ ആളുകളെ വിശ്വസിച്ച് തുടങ്ങണം, ചുറ്റുമുള്ള ആളുകളെ വിശ്വസിച്ച് തുടങ്ങണം. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ ശക്തമായി ആചരിക്കേണ്ട ഒരു തിരുനാളാണ് കൂടാര തിരുനാളെന്നും. ആളുകളെ വിശ്വസിക്കാൻ തുടങ്ങണം നമ്മൾ. ഇന്ന് പലപ്പോഴും എല്ലാവർക്കും ആളുകളെ സംശയം, അവനെന്നെ കക്കാൻ വന്നിരിക്കുകയാണ്, അവനെ തോപ്പിക്കാൻ വന്നിരിക്കുകയാണ് എന്ന ധാരണയോടെ എല്ലാവരും നോക്കുന്നത്. ഒരു ഭിക്ഷക്കാരൻ വന്നാലും അവനെ മുറ്റത്ത് നിർത്തി സംസാരിക്കുമ്പോൾ നമ്മുടെ നോട്ടം അവൻ വല്ലതും കക്കുമോ, അവൻ കൊല്ലുമെന്നാണ്. ജീവിതാനുഭവങ്ങൾ അങ്ങനെയായിരിക്കാം ചിലപ്പോഴൊക്കെ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ. പക്ഷേ അവൻ ജീവിതത്തിലെ ഗതികേട് കൊണ്ടാണ് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വരുന്നതെന്ന് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാം? ഇന്ന് വിശ്വസിക്കുന്ന കുടുംബങ്ങളും സമൂഹങ്ങളും കുറഞ്ഞിരിക്കുക. എല്ലാവരും പൂട്ടുകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എത്രമാത്രം പൂട്ടി വെക്കാം, എത്രമാത്രം ഒതുക്കി വെക്കാം എന്നാണ് ചിന്തിക്കുന്നത്. വീട് പണിയുന്നതിനേക്കാളും കൂടുതൽ കാശ് ചിലപ്പോഴൊക്കെ ചുറ്റിലും മതിൽ കെട്ടാനും മുള്ളുകം പീടാനും സെക്യൂരിറ്റി ക്യാമറ വെക്കാനൊക്കെ പലപ്പോഴും ചിലവഴിക്കുന്നത്. അതായത് മനുഷ്യരെയൊക്കെ സംശയ കണ്ണോട് കാണുന്നുണ്ടോ എന്നൊരു ദുഃഖമാണ് ഞാൻ പങ്കുവയ്ക്കാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആളുകളെ വിശ്വസിച്ച് തുടങ്ങണം. എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ വിശ്വസിച്ച് തുടങ്ങണം. ചിലപ്പോൾ തീർച്ചയായും തിരിച്ചടികളൊക്കെ ഉണ്ടാകും, ഒറ്റപ്പെട്ട സംഭവങ്ങൾ കാണും. പക്ഷേ ഓർക്കണം, ഞാൻ എൻ്റെ മാതാപിതാക്കളെ വിശ്വസിക്കണ്ടേ, ഞാൻ എൻ്റെ ഭാര്യയെ വിശ്വസിക്കണ്ടേ, ഞാൻ എൻ്റെ മക്കളെ വിശ്വസിക്കണ്ടേ, മക്കൾ സഹോദരങ്ങളെ വിശ്വസിക്കണ്ടേ. വിശ്വാസം കുറഞ്ഞു പോയാൽ പിന്നെ ഉറങ്ങാൻ പറ്റുമോ? വിശ്വാസം കുറഞ്ഞു പോയപ്പോൾ ജീവിക്കാൻ പറ്റുമോ? ആളുകളുടെ ഉള്ളിലുള്ള നന്മ കണ്ട് അവരെ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ചുറ്റുവട്ടങ്ങൾ കാണുമ്പോൾ
പലപ്പോഴും വലിയ ഭയത്തോടു കൂടി ആളുകൾ താമസിക്കുന്നതിനും ഏത് നേരത്തും ആക്രമിക്കപ്പെട്ടേക്കാം, ഏത് നേരത്തും കൊല്ലപ്പെട്ടേക്കാം, ഏത് നേരത്തും മോഷ്ടിക്കപ്പെട്ടേക്കാം എന്നൊക്കെയൊരു അസ്വസ്ഥത പലരുടെയും മനസ്സുകളെ ഇങ്ങനെ മതിക്കുക. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ആത്യന്തികമായി നല്ലവനാണ്. എല്ലാ മനുഷ്യൻ നല്ലവരാണ്. ഈ ചിന്തയാണ് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത്. ഞാൻ ഓർക്കും, അച്ഛനായ 30 വർഷം കഴിഞ്ഞ് ഈ അനുഭവം കഴിയുമ്പോൾ എനിക്ക് ഈ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ കണ്ടിട്ടുണ്ട്. ഇടവകളിൽ ജോലി ചെയ്തിട്ടുണ്ട്, ധ്യാന മേഖലയിൽ കടന്നു പോയിട്ടുണ്ട്, കൗൺസിലിംഗ് ശുശ്രൂഷ ഇരുന്നിട്ടുണ്ട്. ഈ എല്ലാ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും ഞാൻ ഏറ്റവും ദൃഢമായി വിശ്വസിക്കുന്ന ബോധ്യങ്ങളിലൊന്ന്, ആളുകളൊക്കെ നല്ലവരാണ്. പീപ്പിൾ ആർ ബേസിക്കലി ഗുഡ്, ബട്ട് സംടൈംസ് ദേ മേ ഡു ബാഡ്. ചില കുരുത്തക്കേടൊക്കെ ചെയ്തു വെക്കും എന്നതുകൊണ്ട് ആളുകളെല്ലാം പിഴയാണ്, കള്ളന്മാരാണ് എന്നൊന്നും ഞാൻ ചിന്തിക്കില്ല. മനുഷ്യൻ ഓരോ കാലഘട്ടത്തിലും മുന്നോട്ട് പോവുകയാണ് നന്മയിൽ എന്ന് വിശ്വസിക്കുക. പഴയതിനേക്കാളും ആളുകൾ മോശമാവുന്നല്ല, പഴയതിനേക്കാൾ ആളുകൾ നന്മയിൽ വളരുന്നു എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ആളുകളൊക്കെ നല്ലവരാണ് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ രൂഢമൂലമാകണം. നമ്മൾ ആളുകളെ വിശ്വസിക്കണം, അവർ നല്ലവരാണ്. ചിലപ്പോൾ ജീവിതത്തിലെ പ്രത്യേക സാഹചര്യങ്ങളിൽ വെച്ച് ചില തെറ്റുകളിലൊക്കെ പെട്ടുപോകുന്ന ഒറ്റപ്പെട്ട ആളുകൾ കാണും. അവരുടെ ഗതികേടോട് ചിലപ്പോൾ എതിർക്കുകയും ബഹളം വെക്കുകയും ചെയ്യുന്ന ആൾക്കാർ കാണുമായിരിക്കും. അതുകൊണ്ട് അവരുടെ വിശ്വാസം തന്നെ മോശമാണ് എന്നൊന്നും ആര് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യരുത്. ആളുകളൊക്കെ സ്നേഹമുള്ളവരാണ്, ആളുകളുള്ളിൽ വിശ്വസ്തതയുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ഒരു ബോധ്യത്തോടെ ജീവിക്കാനാണ് പഠിപ്പിക്കുന്നത്. അത് ദേശീയതയെക്കുറിച്ച് പറയുമ്പോഴായിരിക്കാം, മതബോധത്തെക്കുറിച്ച് പറയുമ്പോഴായിരിക്കാം, രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴായിരിക്കാം. എപ്പോഴും ഓർക്കണം, മറ്റുള്ളവരൊക്കെ ശത്രുക്കളാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആശയധാര ശരിയല്ല. മറ്റുള്ളവർക്ക് നന്മയുണ്ട്, നമ്മുടെ നന്മ പോലെ തന്നെ അവർക്ക് നന്മയുണ്ട് ചിന്തിക്കും. അതായത് മറ്റ് സമൂഹങ്ങളെയും സംസ്കാരങ്ങളെയും മതങ്ങളെയും രാജ്യങ്ങളെയൊക്കെ സ്വീകരിക്കുന്ന വിശാലമായൊരു കാഴ്ചപ്പാടാണ് വളർത്തിയെടുക്കേണ്ടത്. നമ്മുടെ മനസ്സ് ഫുട്ബോൾ ഗ്രൗണ്ട് പോലെയാണ് പ്രിയപ്പെട്ടവരെ. അതായത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അകത്ത് എല്ലാം കൊള്ളിക്കാൻ പറ്റും. അതുപോലെ മനസ്സോർക്കണം, നമുക്കെല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാർവത്രിക ഭാവം നമ്മൾ കൊണ്ടുനടക്കണം. അല്ലാതെ കുറച്ച് പേരിലേക്ക് ഒതുങ്ങി ചിന്തിക്കുന്ന ഇടുങ്ങിയ ചിന്താഗതികൾ ഈ കാലഘട്ടങ്ങൾ വളർത്തരുത്. പ്രത്യേകിച്ച് സമൂഹത്തെ നയിക്കുന്നവർ നമ്മൾ ഓർക്കണം, നമ്മുടെ വീട് പോലെ തന്നെ അവർക്കും വീടില്ലേ? ആ വീട്ടിലുള്ളവർ നല്ലവരല്ലേ? അവർ മോശക്കാരാണോ? നമ്മളെന്തിനാണ് അവരെ പേടിക്കുന്നത്? നമ്മൾ സൂക്ഷിക്കേണ്ടതൊക്കെ സൂക്ഷിക്കണം. എന്ന് വെച്ച് അയൽവക്കക്കാരെല്ലാം ശല്യങ്ങളും ശത്രുക്കളാണെന്ന് തോന്നുമ്പോഴാണ് ഈ വലിയ മതിൽ കെട്ടുന്നത്. ഒരു മതിൽ പോലും കെട്ടാതെ, ഒരു പൂട്ട് പോലും ഇടാതെ കൂടാരങ്ങൾ താമസിച്ച ഒരു ഇസ്രായേൽ ജനത്തിൻ്റെ പിൻതലമുറക്കാരാണ് നമ്മൾ. ഇത് എന്നും ഓർപ്പിക്കാനാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. നീ ആ ആളുകളെ വിശ്വസിക്കണം, അടുത്ത് കിടക്കുന്ന ആളെ വിശ്വസിക്കണം, അടുത്ത കൂടാരത്ത് താമസിക്കുന്നവരെ വിശ്വസിക്കണം. അല്ലാതെ അവൻ ചിലപ്പോഴൊക്കെ തീ കൊടുക്കും, അവനെൻ്റെ പാസ്പോർട്ട് കട്ടുകൊണ്ട് പോകും, എന്നെ കൊല്ലുമെന്ന് പേടിച്ച് ഉറങ്ങാൻ പറ്റുമോ? സ്വസ്ഥമായി സുഖമായി കിടന്നുറങ്ങണ്ടേ? ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കും, റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങുന്ന ആളുകളെക്കുറിച്ച്. അവരത്ര സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത് ഈ കാലഘട്ടങ്ങളിൽ. അതായത് അവരൊത്തിരി ഉത്കണ്ഠപ്പെടുന്നില്ല, അവരാരും എന്നെ ഒന്നും ചെയ്യില്ല എന്ന ചിന്ത വളർന്നു വരിക. ഭയം, മറ്റുള്ളവരോടുള്ള സംശയദൃഷ്ടിയുള്ള മനോഭാവം, ഇത് വളരെയധികം ദ്രോഹം കഴിഞ്ഞ ഒരു കാഴ്ചപ്പാടാണ്. ആളുകളെ വിശ്വസിക്കാൻ തുടങ്ങണം, എൻ്റെ കൂടെയുള്ളവരെ വിശ്വസിക്കണം. പണ്ട് കാലത്തൊക്കെ എന്നോർക്കും വീട്ടിലൊക്കെ പൈസ ഉണ്ടെന്ന് ഒന്നിച്ചോ സ്ഥലത്ത് വെക്കുക. അമ്മ അതിൻ്റെ അത് കുറച്ച് പൈസ എടുക്കുക, ആവശ്യത്തിന് പാല് മേടിക്കാൻ പൈസ അതിനകത്ത് എടുക്കുന്നതും, കുട്ടികൾക്ക് ഫീസ് പൈസ കൊടുക്കുന്നത് അതിൻ്റെ അകത്ത് എടുക്കുന്നതും. അതുപോലെ പിള്ളേരും അതിൻ്റെ അകത്ത് എടുക്കും. ആരും കട്ടെടുക്കില്ല, ആവശ്യങ്ങളൊക്കെ എടുക്കുള്ളൂ. ഇന്നത് പോയി എല്ലാവരും സ്വന്തമായ പേഴ്സും സ്വന്തമായ പൂട്ടും സ്വന്തമായ ഷെൽഫും. ചിലപ്പോൾ നമുക്ക് ദുരനുഭവം ഉണ്ടായേക്കും, എനിക്കും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ മനസ്സിലെ വിശ്വാസം കളയാൻ തയ്യാറായിട്ടില്ല. കാരണം ആളുകൾ നല്ലവരാണ്. നമ്മളെയൊക്കെ ആര് തോൽപ്പിച്ചാലും കട്ടെടുത്താലും നമുക്കെന്ത് സംഭവിക്കും? ഈ ഭൂമിയിലെല്ലാം എല്ലാവർക്കും ഉള്ളതല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ മനസ്സിലാക്കാനും അവനെ വിശ്വസിക്കാനും പഠിക്കണം. പ്രത്യേകിച്ച് അടുത്ത് നിൽക്കുന്ന ആളുകളെ സംശയത്തോടെ കാണരുത്. അതെൻ്റെ ഭാര്യയാകാം. ഇന്ന് ഒരുമിച്ച് താമസിക്കുന്ന, ഒരു വീട്ടിൽ താമസിക്കുന്ന, ഒരു കട്ടിലിൽ കിടക്കുന്ന ഭാര്യയും ഭർത്താവും പോലും സംശയിക്കുക. ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യ സംശയം. ഫോൺ എടുക്കുമ്പോൾ ആരെയാണ് വിളിക്കുന്നതെന്ന് അവിടെ ഉണ്ടാക്കുന്നത്. ഫോൺ വരുമ്പോൾ ആരാണ് വിളിക്കുന്നത്? എല്ലാവരെയും സംശയത്തോടെ കണ്ണോടെ കാണുന്ന ഒരപക്വത എവിടെയോ നമ്മുടെ മനസ്സുകളിൽ കയറി വരുന്നുണ്ട്. നമ്മൾ ഒരിക്കൽ കൂടെ കൂടാരെങ്കിലും വസിക്കാൻ പഠിക്കണം.
എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആൾ ഞാൻ വിശ്വസിക്കണം, എൻ്റെ കൂടെ ജീവിക്കുന്ന ആളെ ഞാൻ വിശ്വസിക്കണം, അവൻ എന്നെ ഉപദ്രവിക്കില്ല എന്ന് വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചില ആളുകൾക്ക് ഞാനിത് പറയുമ്പോഴൊക്കെ തിക്താനുഭവങ്ങളുടെയും തിരിച്ചടികളുടെയും കഥകൾ പറയാൻ കാണും. കള്ളന്മാർ കവർന്നതിനെക്കുറിച്ചും മോഷ്ടിച്ചതിനെക്കുറിച്ചൊക്കെ പറയാൻ കാണും. അതുണ്ടാകാം, ചെയ്യണ്ട എന്നല്ല, ഞാനൊന്നൊരു എക്സ്ട്രീം അല്ല പറയുന്നത്. പക്ഷേ ആളുകളെല്ലാം കള്ളന്മാരെ കാണുന്ന, ശത്രുക്കളെ കാണുന്ന കാഴ്ചപ്പാട് മാറണം. ഞാനിങ്ങനെ ഓർക്കും, ഈ ദിവസങ്ങൾ ഞാൻ കേട്ടൊരു കുഞ്ഞു സംഭവം. കൂലി നിക്ക് നിക്ക് നിക്ക്. കാശ് എത്രയാ? 100 തന്നേക്ക്. എന്നാ ശരി, ആ വണ്ടി വെച്ചോ. താൻ എങ്ങടാണോ പോകുന്നത്? ഇപ്പോരാം. പെട്ടി എടുക്കാന്ന് പറഞ്ഞ ആളാ. ഒരു പെണ്ണിനെ കണ്ടപ്പോ അതിന് പിന്നെ ഈ ബാഗ് പിന്നെ ആരും കൊണ്ടു? ഞാൻ കൊടുക്കണം. സോറി മാഡം. കുഴപ്പമില്ല. മാഡം ഈ വണ്ടിക്ക് വരുന്ന ഞാൻ വിചാരിച്ചില്ല, അതുകൊണ്ടാ. അത് സാരമില്ല. വാ മാഡം. വാ മാഡം. ഇബ്രാഹിം മെഡിക്കൽ കോളേജിലൊന്ന് കൊണ്ടുവിടും. ശരി മാഡം. സോറി സാറേ. താൻ എന്ത് പണിയാണോ കാണിച്ചേ? സാറിനോടൊടെ നിൽക്കാൻ പറഞ്ഞല്ലായിരുന്നോ? ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ പോന്നേ. 100 രൂപയ്ക്ക് സമ്മതിച്ചായിരുന്നല്ലോ ഈ പെട്ടിയല്ല അവിടെ കൊണ്ടുവയ്ക്കാന്ന്. സമ്മതിച്ച്, ഞാൻ പറഞ്ഞതാ. എന്നിട്ടോ ഒരു പെണ്ണിനെ കണ്ടപ്പോ അതിന്റെ പുറകെ പോയി. താൻ എന്തൊരു മനുഷ്യനാണോ? സോറി സാറേ, സാറിനോട് ഞാൻ എല്ലാം പറയാം. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ നടുവെട്ടിയെ താൻ സമാധാനം പറയൂ. അതല്ല സാറേ, ആ സ്ത്രീക്ക് വേണ്ടിയാ ഞാനിവിടെ കാത്തു നിന്നത്. അതെന്താണോ ഞാൻ തരുന്ന പൈസ ഒന്നുമല്ലേ? അതോ സ്ത്രീകൾ തരുന്ന പൈസ മാത്രം താൻ മേടിക്കൂ? അവർ ഈ ട്രെയിനിൽ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാധാരണ അടുത്ത ട്രെയിനാ വരാറ്. തന്റെ അമ്മയും പെങ്ങളൊന്നുമല്ലല്ലോ ഇത്രയും സഹതാപം കാണിക്കാൻ. അമ്മയും പെങ്ങളൊന്നുമല്ല സാറേ, എന്റെ മനുഷ്യത്വം. അത് ആരുടെ മുമ്പിലും ഞാൻ പണയം വെച്ചിട്ടില്ല. അതെനിക്ക് മനസ്സിലായി. നാണമില്ലല്ലോ തെറ്റ് ചെയ്തിട്ട് എന്നെ ന്യായീകരിക്കാൻ. മനസാക്ഷിയുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഞാൻ പോവാ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. ഇതിന് സമാധാനം ഉണ്ടാക്കിയിട്ട് താൻ പോയാൽ മതി. എന്റെ പൊന്ന് സാറേ, അവർക്ക് കണ്ണ് കാണത്തില്ല, അവർ അന്ധയാണ്. അവരുടെ മെഡിക്കൽ കോളേജിൽ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതാ. എല്ലാ മാസവും വരും. ഞാൻ അവരുടെ പെട്ടിയെടുത്ത് വണ്ടി വെച്ചു കൊടുക്കുന്നത്. അവർക്ക് എന്നെ വിശ്വാസം സാറേ. അവരെ ഞാനിവിടെ കാത്തു നിൽക്കുന്നുള്ള വിശ്വാസം. സാറിന്റെ വണ്ടി എവിടെയാണ് കിടക്കുന്നത്? ആ വാ.
ഇത് വെച്ചോ. അതൊന്നും വേണ്ട സാറേ, ജോലി ചെയ്ത് എൻ്റെ കൂലി മതി എനിക്ക്. സാറ് എനിക്കൊരു 50 രൂപ തന്നേ. സാരമില്ല, ഇത് വെച്ചോ. വേണ്ട സാറേ, 50 രൂപ മതി. നമ്മൾ ചിന്തിക്കുന്നതിനും പറയുന്നതിനുമൊക്കെ അപ്പുറത്താണ് സത്യമെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. ഒരു ചുമട്ടുകാരൻ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ കാത്തു നിൽക്കാം, ട്രെയിൻ വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന നേരം അപ്പോൾ ട്രെയിൻ വന്നു, ഒരാൾ ഇറങ്ങി. അയാൾ ചുമട്ടുകാരനെ വിളിച്ചു, എൻ്റെ പെട്ടിയെടുക്കാനുണ്ട്. അയാൾ ഓടിച്ചെന്ന് അയാളോട് സംസാരിച്ചു, പെട്ടിയെടുക്കാൻ എത്ര രൂപയാണ്, ഒരു തുകയൊക്കെ നിശ്ചയിച്ചു. ഒരു 100 രൂപയ്ക്ക് പെട്ടിയെടുത്ത് മുൻവശത്തെ കാറിൽ കൊണ്ടുവച്ചിടാം എന്ന് വെച്ച് നിൽക്കുക. ട്രെയിനിൽ നിന്ന് പെട്ടിയൊക്കെ ഇറക്കി താഴെ വെച്ച് ഇത് ചുമക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ചുമട്ടുകാരൻ തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടപ്പുറത്തെ കമ്പാർട്ടിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വരുന്നു. ആ സ്ത്രീ ഇറങ്ങുന്ന കണ്ടപ്പോഴേ ഈ ചുമട്ടുകാരൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ പെട്ടിയെടുക്കാൻ പറ്റിയല്ല, ഞാൻ നിങ്ങളുടെ പെട്ടിയെടുക്കുകയില്ല എന്ന് പറഞ്ഞ് ആ പെട്ടി അവിടെ വെച്ചിട്ട് അയാൾ ഓടിപ്പോയി ആ സ്ത്രീയുടെ പെട്ടിയെടുത്തു. ആ സ്ത്രീയുടെ പെട്ടി എന്നെടുത്ത് പുറത്തേക്ക് നടക്കുന്നുണ്ടപ്പോൾ ഇയാൾ നോക്കിയൊന്ന്, എന്തൊരു ദുഷ്ടനായ മനുഷ്യനാണ്, ഞാൻ ഇയാൾക്ക് പൈസ നിശ്ചയിച്ചതല്ലേ, പൈസ വേണമെങ്കിൽ കുറച്ചും കൂടി ചോദിച്ചാൽ പോരെ. അയാളിങ്ങനെ മനസ്സ് ചിന്തിച്ചു. അയാൾ ചെറുപ്പക്കാരിയെ കണ്ടപ്പോൾ അവളുടെ പുറകെ പോയി. ഈ പെട്ടി ചുവന്ന് പോകുമ്പം ഈ മനുഷ്യൻ തിരിച്ചു പറഞ്ഞു, ഇതെപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഇയാൾക്ക് ആകെ ദേഷ്യം തോന്നി. അയാൾക്ക് പെട്ടെന്ന് പോകണ്ട, എങ്കിലും അയാൾ അവിടെ നിന്നും. ഈ പെട്ടി കൊണ്ടുപോയ മനുഷ്യൻ ചുമട്ടുകാരൻ അത് പുറത്ത് എവിടെയോ കൊണ്ടുപോയി ആ സ്ത്രീയെ കൊണ്ട് വണ്ടി കയറ്റി വിടുന്നൊക്കെ ഇയാൾ കണ്ടു. എന്നിട്ട് ഇയാൾ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, നിങ്ങളെന്ത് ദുഷ്ടനായ മനുഷ്യൻ, വാക്ക് പറഞ്ഞാൽ പാലിക്കണ്ടേ, ഞാൻ നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞല്ലേ, ആദ്യം നിങ്ങളെ ഞാനല്ലേ വിളിച്ചത്, ഞാൻ എത്ര നേരം ഇവിടെ നിൽക്കേണ്ടി വന്നു. ആ ചുമട്ടുകാരൻ പറഞ്ഞു, നിങ്ങൾ വെറുതെ ചൂടാകണ്ട, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കുക. ആ സ്ത്രീ എല്ലാ മാസവും വരുന്നവളാണ്. ആ സ്ത്രീ വരുന്ന പ്രമാണിച്ചാണ് ഞാനിവിടെ വന്നത് തന്നെ. നിങ്ങൾ വിചാരിച്ചു ആ സ്ത്രീയുടെ സൗന്ദര്യം കണ്ടു പോയതാണെന്ന്, നിങ്ങൾ വിചാരിച്ചു ആ സ്ത്രീയുടെ പണം കണ്ടു പോയതാണെന്ന്. ആ സ്ത്രീ കണ്ണ് കാണാൻ വയ്യാത്ത സ്ത്രീയാണ്. അവരെന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഞാനിന്ന് വരുമെന്ന്, ഈ ട്രെയിൻ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കണ്ണ് കാണാൻ വയ്യാത്ത അവൾക്ക് ഇവിടെ വിശ്വാസമുള്ള വ്യക്തി ഞാനാണ്. അതുകൊണ്ട് എപ്പോൾ വന്നാലും അവളുടെ പെട്ടി എടുക്കുന്നതും പുറത്ത് കൊണ്ടുപോയി ആശുപത്രിയിലേക്ക് വണ്ടി കയറ്റി വിടുന്നതും ഞാനാണ്. ഞാൻ അവളുടെ സൗന്ദര്യം കണ്ടു പോയതല്ല, അവളുടെ ബലഹീനത കൊണ്ട് പോയതാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, നമ്മൾ ആളുകളെ വെറുതെ തെറ്റിദ്ധരിക്കുക. ഈ ചുമട്ടുകാരനെ തെറ്റിദ്ധരിച്ചു, അവൻ ആ പെണ്ണിൻ്റെ സൗന്ദര്യം കണ്ടു പോയതാണെന്ന് വെച്ചിട്ടുണ്ട്. അല്ല, ആ സ്ത്രീ എന്ന് വരുമ്പോഴും ഞാൻ അവളുടെ പെട്ടിയെടുക്കേണ്ടത്, അവൾക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കുന്നത്. എത്ര ആത്മാർത്ഥതയുള്ള സത്യസന്ധതയുള്ള കർത്തവ്യബോധമുള്ള ചുമട്ടുകാരനത്. നമ്മൾ ആളുകളെ പലപ്പോഴും തെറ്റിദ്ധരിക്കുകയാണ്. അവർ ചെയ്യുന്ന ഓരോന്നും കണ്ട് അവർ കള്ളനാണെന്ന് പറയുക, ഇവർ മോശമാണ്. നമ്മൾ നമ്മുടെ ഫ്രെയിം വർക്ക് അനുസരിച്ച് ഒത്തിരി പേരെ കുറ്റവാളിയാക്കുകയാണ്. ആളുകൾ പറഞ്ഞ് കുറേ പേരെ മോശക്കാരാക്കുകയാണ്. ചില പ്രതികളെക്കുറിച്ചാകാം, ചില സംഭവങ്ങളെക്കുറിച്ചായിരിക്കാം. അല്ല പ്രിയപ്പെട്ടവരെ, അവരുടെയൊക്കെ ഉള്ളിൽ നന്മയുണ്ട്. അത് നമ്മൾ അടുത്ത് നിന്ന് നോക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരെ വിശ്വസിക്കാനും പഠിക്കണം. എൻ്റെ അധ്യാപകനെ ഞാൻ വിശ്വസിക്കണം, ഒരു രോഗി ഡോക്ടറെ വിശ്വസിക്കണം, ഒരു വ്യക്തി ഒരു വൈദികനെ വിശ്വസിക്കണം, ഞാൻ ആ പെൺകുട്ടിയെ വിശ്വസിക്കണം, ഞാൻ ആൺകുട്ടിയെ വിശ്വസിക്കണം. ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ആളെൻ്റെ പോക്കറ്റ് അടിക്കുമെന്ന് വെച്ചാൽ എനിക്ക് ബസ്സിൽ നിന്ന് ഉറങ്ങാൻ പറ്റുമോ? എൻ്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയി വണ്ടി കൊണ്ട് ഇടിക്കുമെന്ന് വെച്ചാൽ എനിക്ക് വണ്ടി ഇരിക്കാൻ പറ്റുമോ? വിശ്വാസത്തെ കൊണ്ട് സ്വസ്ഥത ഉണ്ടാവുള്ളൂ. ആ ദൈവത്തിലുള്ള വിശ്വാസം മാത്രം പോരാ, മനുഷ്യനുള്ള വിശ്വാസം. ആളുകളുടെ നന്മയിലും വിശ്വാസത്തിലും നമ്മുടെ മനസ്സുറപ്പിക്കുമ്പോഴാണ് കൂടുതലായി ഈ സമൂഹം മുന്നോട്ട് പോവുക. അല്ലാതെ അവരൊക്കെ മോശക്കാരായി എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളിലൊക്കെ നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ കുടുംബവും എല്ലാം നശിക്കുകയാണ് തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരും, കൂടാര തിരുനാളിൻ്റെ ചിന്തയാണ് നിങ്ങൾക്ക് പങ്കുവെച്ചത്. കൂടാര തിരുനാൾ 2 ചിന്തകൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് കൊണ്ടുവന്ന് തരണം. ഒന്ന്, നമ്മളൊക്കെ ഈ ജീവിതത്തിൽ നിത്യമായ ഭവനങ്ങളുള്ളവരല്ല, യാത്രയാകേണ്ടവരാണ്. ആ നൈമിഷികതയെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ഇവിടെ എന്തോ നേടിയെടുത്ത് ഇവിടെ ഇങ്ങനെ നിത്യമായി വസിക്കാമെന്ന് വിചാരിക്കരുത്. ഈ വീടും ഈ സ്ഥലവും ഇതെല്ലാം വിട്ടുപോകേണ്ടത്. ആ ആപേക്ഷികതയുടെ മുമ്പിൽ എൻ്റെ ജീവിതത്തിൽ നിസ്സാരത തിരിച്ചറിയണം. അത് നമ്മളെ ലാളിത്യത്തിലേക്ക് നയിക്കണം.
അത് നമ്മളെ വിനയത്തിലേക്ക് നയിക്കണം. അത് ഏറ്റവും ശക്തമായി ദൈവത്തിലേക്കുള്ള ആശ്രയബോധത്തിലേക്ക് നയിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമതായി, കൂടാരങ്ങൾ താമസിക്കുമ്പോൾ ആളുകളെ വിശ്വസിച്ച് തുടങ്ങണം. മനുഷ്യൻ്റെ നന്മയിലും മനുഷ്യൻ്റെ വിശുദ്ധിയിലും മനുഷ്യൻ്റെ ശ്രേഷ്ഠതയിലും നമ്മൾ വിശ്വസിക്കണം. ഈ രണ്ട് മനോഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നാണ് ഈ ദിവസം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിലൂടെ ജനത്തെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ ജനത്തിന് കൂടാരത്തിരുന്നാൾ ആഘോഷിക്കാൻ അങ്ങ് ആവശ്യപ്പെട്ടല്ലോ. എന്നും മനസ്സിൽ കൂടാരത്തിരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നു. ദൈവമായ കർത്താവേ, എൻ്റെ കൂടെയുള്ളവരൊക്കെ വിശ്വസിക്കാനുള്ള മനസ്സെനിക്ക് നൽകണമേ. അവരെക്കുറിച്ച് നന്മ പറയാനും നല്ലത് കാണാനും നല്ല വിധം ചിന്തിക്കാനും എന്നെ മനസ്സൊരുക്കണമേ. എല്ലാവരെയും ശത്രുക്കളായി കാണുന്ന, എല്ലാവരെയും സംശയത്തിൻ്റെ കണ്ണോട് കാണുന്ന ഈ ലോകത്തിൻ്റെ മനോഭാവങ്ങളിലേക്ക് വീണു പോകാൻ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ മക്കളാണ്, ഞങ്ങളെല്ലാം സഹോദരന്മാരാണ് എന്ന വലിയ വിശ്വാസത്തോടെ മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും പഠിപ്പിക്കണമേ. എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ നന്മയുള്ള വിശ്വാസത്തെ അങ്ങ് ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന ദേശങ്ങളിലുള്ളവരെയും സമൂഹങ്ങളിലുള്ളവരെയും കുടുംബങ്ങളെല്ലാം അങ്ങ് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു.